കുടുങ്ങി നിൽക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. അല്ല, നിങ്ങളെ ചാനലിൻ്റെ ഭാഗം മാത്രമല്ല, നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. കുടുങ്ങിയിട്ടാ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് നമ്മളെ വസ്തു പോകുമ്പോൾ വിഷമമുണ്ടാവില്ലേ? പക്ഷെ നിർവാഹമല്ലല്ലോ, കടങ്ങൾ വിടണ്ടേ. അതുകൊണ്ട് എല്ലാവരും കൂപ്പൺ എടുത്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. നമസ്കാരം. ഒരു ബഷീർക്ക എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നു, ട്രിവാൻഡ്രത്താണ് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് സംഭവം വെച്ചാൽ പുള്ളിക്ക് ഇന്ന് രാത്രി പോകാനുള്ള 230 ഒരു ട്രെയിൻ ടിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ. തിരിച്ച് രാത്രി ട്രെയിനിൽ പോകണം അല്ലേ കേൾക്കാം? അതെ, രാത്രി ട്രെയിനിൽ പോകണം. അതെ. എന്തിനാ വന്നെ കാണാനായിട്ട്? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ ആകെ കടത്തിൽപ്പെട്ട് ജപ്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അപ്പം വസ്തു വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീട് കുറേ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ബാങ്ക് ജപ്തിയായിട്ട് ഇങ്ങനെ നിൽക്കുക, നറുക്കിലൂടെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം, കൂപ്പൺ പ്രകാരം. മുമ്പ് ചെയ്ത വാർത്ത പോലെ 10 സെൻറ്റ് സ്ഥലം 2500 സ്ക്വയർ ഫീറ്ററിൻ്റെ വീടുണ്ട്. പിന്നെ അതും പിന്നെ 10 പേർക്ക് 5 സെൻറ്റ് സ്ഥലവും, അതിൽ വീട് വെക്കാൻ പറ്റിയ നല്ല സ്ഥലം, വെള്ളം കരണ്ടും ഒക്കെ കിട്ടും. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് നറുക്കിലൂടെ കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ കൂപ്പണിലൂടെ ആക്ച്വലി എത്ര സ്ഥലമുണ്ട്? എല്ലാം കൂടെ എത്ര ഉണ്ട്? എനിക്കും എൻ്റെ വൈഫിനുമായിട്ട് 2 കോടി രൂപയുടെ മുതലുണ്ട്. 2 കോടിയുടെ മേലെ. 2 കോടി മുതലെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഞാൻ ചോദിക്കാൻ പാടില്ല, സംശയം കൂടി ചോദിക്കുകയാണ്. എങ്കിലും നിങ്ങളതൊരു നറുക്കെടുപ്പിലേക്ക് കൊടുക്കണമെങ്കിൽ ആൾക്കാർക്ക് എത്ര കിട്ടും, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് പറയും? അതായത് ഒരു നറുക്കിന് 1500 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ കയ്യിൽ എന്തൊക്കെയുള്ള അതിലോ എന്തൊക്കെയാ ഇപ്പം ഒരു ബാധ്യത ഇല്ലാതെ എന്തൊക്കെയാ കയ്യിലുള്ളത്? ബാധ്യത രണ്ടും കടത്തിലാണ്, വസ്തു രണ്ടും കടത്തിലാണ്. അപ്പം ജപ്തിയാണ്. അപ്പം നറുക്കിൽ ഈ കൂപ്പൺ കിട്ടിയിട്ട് വേണം ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടിയിട്ട് നറുക്കെടുക്കാൻ. കൂപ്പൺ കിട്ടിയിട്ട് ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടിയതിന് ശേഷം ബാധ്യതകളും കടങ്ങളും ക്ലിയർ ആക്കിയിട്ട് നറുക്കെടുത്തിട്ട് വസ്തു ആ വ്യക്തികൾക്ക് നറുക്കിൽ ആർക്കാണ് കിട്ടുന്നത്, അർഹതപ്പെട്ട ആളുകൾക്ക് അവർക്ക് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എന്താണ് കിട്ടുന്നത്? എനിക്ക് എൻ്റെ എല്ലാ കടങ്ങളും വീടും. 58 വയസ്സായി, ഒരു ആൻറ്റിപ്ലസ് കഴിഞ്ഞു, കാല് തെന്നി നരമ്പ് കുടുങ്ങി കിടക്കുകയാണ്. എനിക്ക് ഇനി തൊഴിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ കടങ്ങളും വീട്ടുക, പലിശയിൽ നിന്ന് ഒഴിവാക്കുക. പലിശയിൽ പെട്ടുപോയതാണ് ഞാൻ. പലിശയിൽപ്പെട്ട് പലിശ ബാങ്ക് ലോൺ എടുത്തിട്ട് തന്നെ ചെയ്ത ബാങ്കിൻ്റെ പലിശ. കടം പിന്നെ നമ്മൾ വീട് ലോൺ എടുത്തിട്ടാണ് കയറ്റിയത്. പിന്നെ ബിസിനസ് ചെയ്തിരുന്നു. ബിസിനസ് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന് പിന്നെ വെള്ളപ്പൊക്കം, കൊറോണ തകർത്തത് ഒരുപാട് പേരാണ്, അങ്ങനെ അത് വന്നു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഞാൻ കുറേ വിൽക്കാൻ ശ്രമിച്ചു, അതൊന്നും നടന്നില്ല. അങ്ങനെ 4-5 വർഷത്തോളം ഞാൻ ഊണുമില്ല ഉറക്കില്ല. ഈ തടിയൊന്നല്ലായിരുന്നു എൻ്റെ, നല്ല തടിയായിരുന്നു. മനസ്സ് രാവും പകലും ഉറക്കില്ലാതെ നിൽക്കുക. പിന്നെ ജീവിക്കണം മരിക്കണം എന്നുള്ള ചിന്ത. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിലമ്പൂരിൽ നിന്ന് ഇവിടം വരെ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ സിയോട് ചോദിച്ചായിരുന്നു, എന്തിനാണ് എന്നെ അന്വേഷിച്ച് വരുന്നത് ചോദിച്ചായിരുന്നു. എന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നത്? നിങ്ങളെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടി കുടുങ്ങി നിൽക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. അല്ല, നിങ്ങളെ ചാനലിൻ്റെ ഭാഗം മാത്രമല്ല, നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അപ്പോൾ അതും കൂടി ആലോചിച്ചപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളിലൂടെ പിന്നെ എൻ്റെ വിഷമങ്ങൾ ചോദിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ, ട്രിവാൻഡ്രം വരെ വരണമെങ്കിൽ അതാണ് ചോദിക്കുന്നതാണ്. അത് എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം വരണ്ട. നിങ്ങളെ കാണാൻ തന്നെ വന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം. നിങ്ങളെ ചാനലിൽ എൻ്റെ ഈ വിഷമങ്ങൾ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കണമെന്നും അത് ജനങ്ങളെ മൊത്തം അറിയിച്ചിട്ട് എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് എൻ്റെ ഈ കടത്തുനിന്ന് ഇന്നെ ഒന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തി തരണമെന്നും. ഈ കൊറോണ എന്നുള്ള സംഭവം ഒരുപാട് പേര് വഴിതരാക്കി. ഈവൻ എൻ്റെ ഫാമിലി വരെ വഴിതരാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിന്ന് കരകയറി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന സംഭവം ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ലക്കി ഡ്രാ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാം പോകത്തില്ലേ, ഈ കൈക്കയുടെ എല്ലാം പോകത്തില്ലേ ലക്കി ഡ്രാ ചെയ്യുമ്പോഴത്തേക്ക്? പിന്നെയൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും? പിന്നെ ഒരു 3 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടും കിട്ടിയാൽ മതി. പിന്നെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു തട്ടുകട ഇട്ടാണെങ്കിലും ജീവിക്കാമല്ലോ.
അപ്പം ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഒരു 3 സെൻറ്റും വീടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു ഏർപ്പാട് എന്തെങ്കിലും ചെയ്തും കണ്ട് ജീവിക്കാമല്ലോ. ബോഡി ക്ലിയർ ആണ്. വൈഫുണ്ട്. വൈഫ് ഇത് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല, സുഖമില്ല. മക്കളോ പിന്നെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കത് വീട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ജീവിതം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നെ അന്വേഷിച്ച് വന്നതാണ് ചേട്ടൻ, പിന്നെ ബഷീർക്ക് അല്ലേ? ബഷീർക്ക് എന്നെ അന്വേഷിച്ച് വന്നതാണ്. എനിക്ക് വാർത്ത ചെയ്യാൻ സങ്കടമുണ്ട്. കാരണം ചില എന്താ പറയുക, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാർത്ത ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും സങ്കടമായിട്ടാണ് വാർത്ത ചെയ്യുന്നത്. ഒന്നുമില്ല. അവർ പറയുന്നത് വെച്ചാൽ ആ ജപ്തി ചെയ്ത വീടും കാര്യങ്ങളൊക്കെ ഒരു ലക്കി ഡ്രോയിൽ കൂടി കൊടുത്തതിന് ശേഷം ഒരു 2 സെൻറ്റ് വസ്തുവും വീടും വാങ്ങിച്ചെങ്കിലും ജീവിക്കാൻ വേണ്ടി ആ ഒരവസ്ഥയിലേക്ക് വന്നത്. കേൾക്കുന്നൊരു സങ്കടമാണ്. കടങ്ങൾ വിട്ടാൻ വേണ്ടിയിട്ടാണ് കുടുങ്ങിയിട്ടാ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് നമ്മളെ വസ്തു പോകുമ്പോൾ വിഷമമുണ്ടാവില്ലേ? പക്ഷെ നിർവാഹമല്ലല്ലോ, കടങ്ങൾ വിടണ്ടേ. അതുകൊണ്ട് എല്ലാവരും കൂപ്പൺ എടുത്ത് ഞാൻ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. എന്തായാലും ഈ വാർത്ത ഞാൻ നമ്മുടെ സമക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. ആൾക്കാർ കാണുക. ആ ചേട്ടൻ്റെ ബാക്കി വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. ബിസിനസ് വേണ്ടി ക്യാമറ അനിൽ സാറിനൊപ്പം ശ്രീകുമാരാണ് സൈനിങ് ഓഫ്.